Welcome to Learnino KEAM 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മാർച്ച് 10th വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിഫാമിന് മാത്രമായിട്ട് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 875 ആണ് ഫീസ് വരുന്നത്. SC കാറ്റഗറിയിലാണെങ്കിൽ 375, ST കാറ്റഗറിക്ക് ഫീ വരുന്നില്ല. ഇനി എഞ്ചിനീയറിംഗിനും ബിഫാമിനും നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1125 ആണ് ജനറൽ കാറ്റഗറിയിൽ. ദെൻ SCയിൽ 500, STയിൽ ഫീ വരുന്നില്ല. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്രം അല്ലെങ്കിൽ ബിഫാം മാത്രം അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനും ബിഫാമിനും എഴുതാം. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം, പലർക്കും ഒരു മിസ്റ്റേക്ക് വരുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും ഒരേ എക്സാം അല്ല, എഞ്ചിനീയറിംഗിന് മാത്രമായിട്ടും ബിഫാമിന് മാത്രമായിട്ടും സെപ്പറേറ്റ് ഏതെങ്കിലും ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന്റെയും ബിഫാമിന്റെയും എക്സാം എഴുതാം. ഓക്കെ, ഇനി ആർക്കിടെക്ചർ അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് അത് ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും അങ്ങനെയാണെങ്കിൽ 625 ആണ് ജനറലിലെ ഫീ വരുന്നത്. SC 250 ആണ് വരുന്നത്, STയിലെ ഫീ വരുന്നില്ല. ഇനി കോമ്പിനേഷൻസ് ആണ്. ഇപ്പൊ ബോത്ത് A and C, അതായത് A എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിഫാം ഒപ്പം ആർക്കിടെക്ചർ മെഡിക്കൽ ഇതെല്ലാത്തിനും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ 1125 ആണ് ജനറലിലെ ഫീ വരുന്നത്, SCയിൽ 500. ഇനി ബോത്ത് B and C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും, അതായത് എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1300 ആണ് നമ്മൾ അടയ്ക്കേണ്ട ഫീസ്. അതായത് ഇപ്പൊ നീറ്റ് എക്സാം എഴുതുന്നവരാണെങ്കിൽ അവര് എഞ്ചിനീയറിംഗും എഴുതുന്നുണ്ട്, നീറ്റ് എക്സാം അതുപോലെ നാറ്റ എക്സാം ഇതെല്ലാം നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് 1300 ആണ്. എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ എഞ്ചിനീയറിംഗിന്റെ എക്സാമും അല്ലെങ്കിൽ ഫാർമസിയുടെ എക്സാമും എഴുതി എഞ്ചിനീയറിംഗിനോ ഫാർമസിക്കോ അഡ്മിഷൻ എടുക്കാനും, അതല്ല നിങ്ങൾ നീറ്റ് എക്സാം എഴുതി നീറ്റ് എക്സാമിന്റെ സ്കോർ വെച്ചിട്ട് മെഡിക്കൽ കോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് 1300 എന്ന ഫീസ് അടച്ചിട്ട് എല്ലാ കോഴ്സുകൾക്കും നമ്മൾ ഓപ്റ്റ് ചെയ്ത് ഫീ അടയ്ക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് നമുക്ക് അതിന്റെ എക്സാംസ് എഴുതാനായിട്ട് പറ്റുന്നത്. ഇനി ഫീ നമുക്ക് അടയ്ക്കുന്ന ഓൺലൈൻ മോഡിൽ മാത്രമാണ് ഫീ അടയ്ക്കാനായിട്ട് സാധിക്കുക. ഇനി ദുബായ് അല്ലെങ്കിൽ ബഹ്റൈൻ എക്സാമിനേഷൻ സെന്റർ കൊടുത്തിട്ടുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു 15,000 റുപ്പീസും കൂടെ ആപ്ലിക്കേഷൻ ഫീയുടെ കൂടെ വരുന്നതായിരിക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ തന്നെയായിരിക്കും എക്സാമിനേഷൻ ടൈം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം ആപ്ലിക്കേഷൻ ഫീ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അഡീഷണൽ ഫീ കൊടുക്കുന്നത് ഒന്നും തന്നെ ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യുന്നതല്ല എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. കൂടുതൽ കീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.